എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് വള്ളുവനാടിൻ്റെ പേരും പെരുമയുള്ള ഉത്സവങ്ങളും പൂരങ്ങളും തുടങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടിലെ അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് നാളെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിറ, പൂതൻ, ആണ്ടി ഇതുപോലുള്ള ആചാരങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ആചാരങ്ങളുടെ പിന്നിലുള്ള ഐതിഹ്യം, അല്ലെങ്കിൽ എന്താണ് തിറ, എന്താണ് പൂതൻ, അല്ലെങ്കിൽ എന്താണ് ആണ്ടി, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ വരുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നറിയാൻ നമ്മുടെ അനിയേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് അനിയേട്ടൻ പറഞ്ഞുതരും. അനിയേട്ടാ നമസ്കാരം. അപ്പോൾ അതൊന്ന് വിശദമാക്കി തരാം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഈ തിറയും പൂതനും എന്ന് പറയുന്ന ഐതിഹ്യം വിഷ്ണുമായ പെരുമണ്ണാൻ എന്ന് പറയുന്നതായ സമുദായമാണ് ഈ തിറയും പൂതനും കെട്ടിയാടുന്നത്. ഈ തിറയും പൂതനും ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ക്ഷേത്ര ഉത്സവത്തിന് ഈ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന രണ്ട് രൂപങ്ങളാണ്. ക്ഷേത്ര ഉത്സവത്തിൻ്റെ മുൻപ് തന്നെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിന്ന് ഈ ചൈതന്യങ്ങൾ പ്രത്യക്ഷത്തിൽ പ്രകൃതിയിലേക്ക് മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. തിരുത്സവ സമയത്ത് ക്ഷേത്രത്തിലെ ദേവിയോ ദേവനോ ആരോ ആയിക്കോട്ടെ, ആ ചൈതന്യം ഈ അമ്പലത്തിന്റെ മുന്നിൽ നിന്നും പ്രകൃതിയിലേക്ക്, അതായത് ദേശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഉത്സവ ദിവസം അതിൽ പോകുന്നതാണ്. അത് പോകുമ്പോൾ എല്ലാ വീടുകളിലേക്കും, ആ ദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും ഇതിന്റെ ചൈതന്യം പ്രവഹിക്കപ്പെടും. ഈ ദേവിയുടേതായ, അല്ലെങ്കിൽ ദേവനോ ദേവിയോ അതിന്റെ ആ ചൈതന്യം പ്രവഹിക്കപ്പെടും. അപ്പൊ ഈ ദേവി അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ വിഷ്ണുമായ പെരുമണ്ണാൻ ഈ ദേവിയുടെ ഭൂതഗണങ്ങളുമായി ഈ വീടുകളിൽ പോയി അവിടുത്തെ മൃഗീയമായ വാസനകൾ, ചേട്ടകളും ദുരിതങ്ങളും തീർത്ത് അവിടെ ശുദ്ധി ചെയ്യുന്ന ഒരു കർമ്മമാണ് പൂതനും തിറയും കെട്ടിയാടി ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അരിയും നെല്ലുടുത്ത് എറിയുന്നത് ഇവിടുത്തെ സകലവിധ ദോഷങ്ങളും തീർന്ന് ശുദ്ധിയാവട്ടെ എന്ന 96 തത്വം അടക്കി കിട്ടിയ കെട്ടറ്റുപോട്ടെ തമ്പുരാട്ടിയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ അരിയും നെല്ലും ആ വീട്ടിലേക്ക് എറിയുന്നത്. അപ്പൊ അവിടെയുള്ള മൃഗീയമായ ഏതെങ്കിലും വാസനകൾ, ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുരിതങ്ങൾ തീർന്നു എന്നുള്ളതും ദേവിക്ക് പ്രകൃതിയിലേക്ക് ലയിക്കാമെന്നുള്ളത്, നെഗറ്റീവ് എനർജീനെ ഒഴിവാക്കുക. അതെ, നെഗറ്റീവായിട്ടുള്ള ഈ പോസിറ്റീവായിട്ടുള്ള ഈ ദൈവ ചൈതന്യം നമ്മുടെ വീടുകളിലേക്ക് എത്താൻ അവിടെ തടസ്സമായി നിൽക്കുന്നതായ ആ ചൈതന്യങ്ങളെ തുരത്തുന്നതിന് വേണ്ടിയാണ് ഈ ദേവിയുടെ ഭൂതഗണങ്ങളെ, തിറയും പൂതനും ആണ്ടി പറപ്പൂതൻ ഇതെല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ രൂപത്തിലാണ് ഇതിനെ കെട്ടിയാടി ആഘോഷമായി പോകുന്നത്. ഒരു വിഷ്ണുമായ പെരുമണ്ണാൻ ഈ തിറ കെട്ടണമെങ്കിൽ തന്നെ വളരെ വലിയ ശുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അതിന് തലേ ദിവസം ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് ഉത്സവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ വ്രതമെടുക്കണം. ആ വീട്ടിലൊരു വ്രതമെടുത്ത് ഇതിനുള്ളൊരു തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കണം. ഈ തിറ കിട്ടുന്ന ആളോ അതോ അല്ല, തിറ കെടുക്ക ആ കുടുംബത്തിൽ മുഴുവൻ ഇതിന്റെ ഒരു ശുദ്ധിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ആ തിറ കെട്ടുന്ന ആൾക്ക് എന്തായാലും പ്രാധാന്യമുണ്ട്. അവർ ഈ തലേ ദിവസം തന്നെ തയ്യാറെടുപ്പുകൾ നടത്തണം. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ 7 ദിവസം 8 ദിവസം മുന്നേ ഈ പൂതം കെട്ടി നടക്കുന്ന ആചാരങ്ങളുണ്ട്. ഭൂതം കെട്ടി നടന്നുകൊണ്ടിരിക്കുന്ന ചില ആചാരങ്ങളുണ്ട്. ചില 7 ദിവസം 9 ദിവസം 10 ദിവസം അങ്ങനെ ഓരോ ദിവസത്തിനനുസരിച്ച് ഓരോ ദേശങ്ങളും, ഇപ്പം തൃശ്ശൂർക്കാവ് ദേശം 10 ദേശത്തിൽ നടക്കണം. അപ്പൊ അങ്ങനെ ഈ ദേശത്തൊക്കെ പോയിട്ട് പൂതനും തറയും രണ്ട് രൂപങ്ങളാണ്, 2 വേഷങ്ങളായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് ഈ വ്രതം എടുത്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ആദ്യം ഞാൻ പൂതനിലേക്ക് കിടക്കാം. പൂതൻ എന്ന് പറയുന്നത് സാധാരണ എടശ്ശേരിയുടെ ഭൂതപ്പാട്ട് പറയുന്ന ആ കുട്ടിയെ കൊല്ലുന്ന പൂതനല്ല ഈ ഭൂതം. ഭൂതത്തിന്റെ നാവ് കടിച്ചിട്ടുണ്ട്. അപ്പൊ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ തമാശ രൂപത്തിൽ പറയാറുണ്ട്, ഇത് ഭൂതത്തിന്റെ നാവ് കടിച്ചത് ഒരു സമുദായം, അല്ലെങ്കിൽ തട്ടാൻ എന്ന് പറയുന്ന ഒരു സമുദായം ഭൂതത്തിന് ഒപ്പിച്ചതാണ്. അത് തെറ്റായ ഒരു സന്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അങ്ങനെ പറയണൊക്കെ അതുകൊണ്ടാണ് ആ ഭൂതം നാക്കടിച്ചാൽ. അതല്ല, അതിന്റെ രൗദ്രഭാവത്തോടു കൂടി ഈ ദേവിയുടെ ഭൂതഗണങ്ങളിൽപ്പെട്ട ഭൂതമാണ് ഈ പറയുന്ന ഭൂതം. ഈ ഉത്സവത്തിന് വരുന്നതായ ആ ഭൂതം ആ രൂപത്തിലുള്ള ഒരു ഭൂതമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിലുള്ള വിശേഷ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ഭൂതന് വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ വിഷ്ണുമായ പെരുമണ്ണാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദരിച്ചു പോരണമെന്നുണ്ടെങ്കിൽ അത് ആ ദേശത്തെ
ആ ദേവിയുടെ ഉം. ഉടയാളരായി നിൽക്കുന്നവരിൽ നിന്ന് ചില അനുവാദങ്ങളും അനുഗ്രഹങ്ങളും അവകാശങ്ങളുമായി ഉം. നമുക്ക് മാറ്റപ്പെട്ടിരിക്കുക. അത് ഓരോ കുലത്തിനും കൊടുത്തിട്ടുണ്ട്. ഓ ഓ ഓ ഇപ്പൊ അത് ഇപ്പൊ അവിടെ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അവിടുത്തെ ശാന്തിക്കാരന് ഒരു അവകാശമുണ്ട്. ഒരു ഉത്സവം നടക്കുക ശാന്തിക്കാരനുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വാരസ്യരാണ്, വാരസ്യർക്കുണ്ട്, കഴകത്തിനുണ്ട്, ചെണ്ടവാദ്യക്കാരനുണ്ട്. ഇതെല്ലാവരും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളത് ഈ വിഷ്ണുവായ പെരുമണ്ണാണ് അവകാശം കൊടുത്തിട്ടുള്ളത്. വർഷത്തിൽ ഒരു പ്രാവശ്യം ദേവിയുടെ ഉത്സവം വരുന്ന ആ സമയത്ത് ഈ ചേട്ടകളെ അകറ്റുന്നതിന് വേണ്ടി പൂതനും തറയും കെട്ടിയാടി ഗ്രഹങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. ഇതിൽ കഥ പറയുന്ന ദാരികവധമാണ് നടക്കുന്നത്. ദാരികവധമാണ് തറയും പൂതന്റെ ഐതിഹ്യങ്ങൾ പറയുമ്പോൾ ദാരികവധം തന്നെയാണ്. കാരണം ദാരികനെ ലോകർക്ക് ആർക്കും തന്നെ വധിക്കാൻ കഴിയാത്ത രൂപത്തില് ദാരികൻ വളരെ വലിയ രൗദ്രമായ താണ്ഡവങ്ങളാടി ദേവലോകത്തെ പോലും വിറപ്പിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ശ്രീപാർവതിയുടെ അടുത്ത് അഭയം പ്രാപിച്ചുകൊണ്ട് ശ്രീപാർവതിയുടെ മുന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പറയുകയാണ് എന്തു ചെയ്യും ഇനി എന്ന്. അപ്പൊ ശ്രീപാർവതി പറയുന്നത് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. എന്നിട്ട് നാഥനായ പരമശിവനോട് അഭ്യർത്ഥിക്കുകയാണ്, എനിക്ക് സമാനമായ ഭൂതഗണങ്ങളെയും കൂടി സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ മൃഗീയമായ വാസനകളെ തുരുത്തി ദാരികനെ വധിക്കാം എന്ന് രൂപെടുക്കുകയാണ്. അപ്പോ ശിവന്റെ തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ട രൗദ്രമായ ഭാവത്തിൽ നിന്നുള്ള കാളീഭാവത്തോട് കൂടിയിട്ടുള്ള ഭൂതഗണങ്ങളാണ് ഈ പറയുന്ന ആണ്ടി ആയാലും പറപ്പൂതനായാലും പൂതനായാലും ഈ മൂക്കാഞ്ചാത്തനായാലും ഈ സാധനങ്ങൾ മുഴുവൻ അതിന്റെ ഭൂതഗണങ്ങളാണ്. അപ്പൊ കാളിക്ക് സമാനമായി അല്ലെങ്കിൽ ശ്രീപാർവതി ദേവിക്ക് സമാനമായ ഭൂതഗണങ്ങളാണ് ഇതിന്റെ കൂടെ നിന്നാടുന്നത്. അപ്പൊ ദേവി ഈ സാധനത്തിനെ ഈ ഭൂതഗണങ്ങളോട് കൂടി പോയി അവിടുത്തെ മൃഗീയമായ ആ ദാരികനെ വധിച്ച് ദാരികന്റെ കഴുത്തറത്ത് നെഞ്ചു പൊളിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് വയറ് കീറി കൊടൽമാലകൾ വലിച്ചെടുത്ത് അത് ആർത്തിയോടുകൂടി രണ്ട് കയ്യിലും പിടിച്ച് കഴിക്കുന്ന ഭാവമാണ് ഈ പൂതന്റെ അനുഭവം. അതാണ് പൂതൻ അത് ആസ്വദിക്കുകയാണ്. അതിങ്ങനെ ദാഹം തീരാതെ പൂതൻ ഇങ്ങനെ നാവ് നീട്ടിയിട്ട് ഇനിയും വേണം എന്നുള്ളത് ഇങ്ങനെ കാണിക്കുന്ന ഒരു അതാണ് ആ സാധനം. കാരണം പൂതൻ വെറുതെ നാക്ക് കടിച്ചതല്ല. പൂതന്റെ നാക്ക് കടിക്കാൻ കാരണം ആ രൗദ്രത, ആ ഭീകരത. കാരണം അവനോട് നശിപ്പിച്ച് വലത്തേ കയ്യിൽ ഈ സാധനം പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുടിക്കുകയാണ്. ആ കൊട്ടൽമാലുകളും മജ്ജിയും മാംസം കൂടിയും വലിച്ചു വാരി ആർത്തിയോടുകൂടി കഴിക്കുന്നതായ ഭാവമാണ് ഈ പൂതൻ പറയുന്നത്. ആ പൂതത്തിന്റെ കോൽപ്പാടുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പൂതന് 96 കെട്ടുകൾ വരുന്നുണ്ട് ശരീരത്തിൽ മുഴുവൻ. മർമ്മങ്ങളിലാണ് ആ കെട്ടുകൾ മുഴുവൻ. പൂതൻ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ ആ വേഷം കെട്ടുമ്പോൾ തന്നെ 96 കെട്ടുകൾ വരും ശരീരത്തിൽ. 96 കെട്ടുകൾ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ മർമ്മ ഭാഗങ്ങളിലാവും മുറുക്കിയിട്ടുണ്ടാവുക. അതിനുശേഷമാണ് ഈ പൂതൻ തലയിലേക്ക് എടുത്തു വെക്കുന്നത്. അതിനാദ്യം ചെയ്യുന്നത് തന്നെ മെഴുക്കിടുക എന്നൊരു ചടങ്ങാണ്. പൂതനാണെങ്കിൽ മെഴുക്കിടുക എന്ന് പറഞ്ഞാൽ കാലിനും കയ്യിന്റെ മുകളിലൊക്കെ കുളി കഴിഞ്ഞ് വന്ന് നിലവിളക്ക് കത്തിച്ച് മെഴുക്കിട്ട് അതിന്റെ മുകളിൽ ആദ്യം പൊടിയട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പൊടിയട എന്നുള്ള വാചകം തന്നെ കാല് വേദനിക്കാതിരിക്കാൻ ഇടുന്നതല്ല. കാരണം പ്രകൃതിയിൽ ഈ ഭൂമിയിൽ ചവിട്ടുന്ന സമയത്ത് ആ രക്തത്തിലാണ് ചവിട്ടുന്നത് എന്നുള്ളതാണ്. ദാരികവധം നടന്നിട്ടുള്ള ആ രക്തത്തിലാണ് പൂതൻ ചവിട്ടുന്നത്. ആ പൂതൻ ചവിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും അല്ലെങ്കിൽ മജ്ജയോ മാംസമോ രക്തമോ പുറത്തേക്ക് പ്രവഹിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തെറിച്ചു പോവാതിരിക്കാൻ പൊടി അടക്കാൻ വേണ്ടി ഇടുന്നതാണ് പൊടിയട. അതിന്റെ മുകളിൽ കാൽക്കെട്ടി എന്ന് പറയുന്ന ഒരു സാധനമാണ് വരുന്നത്. ഈ പൊടിയട ഇട്ട് കാൽക്കെട്ടി എന്നുള്ള സാധനം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിലൊക്കെ ഐതിഹ്യമുണ്ട്. വെറുതെ കെട്ടുന്നതല്ല. ഇതിന്റെ മുകളിലെല്ലാം ഐതിഹ്യങ്ങളുണ്ട്. അതിനുശേഷം പിന്നെ ഇടുന്ന 2 ചെലമ്പുകളാണ്. 2 ചെലമ്പുകൾ ഇട്ടിട്ടാണ് ആദ്യം ഈ പൂതൻ കളിക്ക് ആദ്യം ചെയ്യുന്നത്. ഈ 2 കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെലമ്പിടുക എന്നുള്ളൊരു ചടങ്ങാണ്. പൂതന്റെ ചെലമ്പിന് വളരെ വലിയ പ്രത്യേകത ഉണ്ട്. രൗദ്രഭാഗത്തുള്ള കാളിയുടെ കയ്യിലുള്ള ആ ഒരു ആയുധം തന്നെയാണ്. അത് കിലിക്കിട്ട് രൗദ്രത കാണിക്കുന്ന 2 കണ്ണിലും ഇങ്ങനെ നോക്കിയിട്ടാണ് 2 കണ്ണിലും അത് കാണിക്കുക, എടും വലും. ആ സാധനം കാണിച്ചുകൊണ്ടാണ് ഇത് നിലത്ത് വെച്ച് തൊഴുതു പ്രാർത്ഥിച്ച് ഈ സാധനത്തിന് ഇടുന്നത്. പിന്നെ ഇതിന്റെ താളങ്ങളുടെ മുഴുവൻ ഈ ചെലമ്പിലൂടെയാണ്. പൂതന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാദ്യം തുടി എന്ന് പറയുന്ന വാദ്യമാണ്. ഈ തുടിയുടെ വാദ്യം തന്നെ ഉണ്ടോ ഇവിടെ ഉണ്ടോ നമുക്കതിന്റെ ഈണങ്ങനെ നമുക്കൊന്ന് തോന്നുമ്പോ, അതായത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്തോ ഉണ്ടോ, അപ്പൊ ഉള്ളത് ഉണ്ട്. അപ്പൊ എന്താ ഉള്ളത് ഉണ്ട് എന്ന് പറയാൻ കാരണം തട്ടാൻ ഉണ്ടോ അത് തട്ടാൻ എന്നുള്ള സമുദായത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ തട്ടി മാറ്റേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ആ കൊട്ടിന്റെ താളം പോകുന്നത്. കാരണം അത് നേരത്തെ പറഞ്ഞ ഈ മൃഗീയമായ ചേട്ടകളെ ഇവിടുന്ന് ഒഴിവാക്കാൻ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് അതാണ് ആ തുടിയുടെ നാദം വരുന്നത്. ഈ പിന്നെ ഇതിന്റെ പിന്നിൽ കൊട്ടുന്ന ആൾക്കും ഇതറിഞ്ഞിരിക്കണം. അവർക്കറിയും വെറുതെ തുടി കൊട്ടിട്ട് കളിക്കുന്ന രൂപത്തിൽ അല്ലത്. 18 കോൽപ്പാടാണ്. ഓരോ
18 കോൽപ്പാടിനും ഓരോ വിധികളുണ്ട്, ഓരോ ശാസ്ത്രവിധികളാണ്. അതല്ല ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ യാതൊരു വഴിയില്ലാത്തത് കൊണ്ട് അത് റോട്ടിലേക്ക് എല്ലാറ്റിന്റെ ഒരു കോമഡി ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സിംഗാരിമേളം പോലെ തന്നെ ഇപ്പൊ തറയും പൂതിനെല്ലാം ഇപ്പൊ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ് കലാകാരന്മാർ. വേറെ വഴിയില്ല, വേറെ സ്റ്റെപ്പുകളും വേറെയുള്ള കളികളിലും ആക്കി അവര് മുന്നേറുക. അതുകൊണ്ടാണ് ഇപ്പോ ഈ തറയും പൂതിനെ അറിയുന്നത്. ഇപ്പൊ ലോകരിലേക്ക് അറിയാൻ കാരണം പുറത്തേക്ക് ഇറങ്ങി ഇത് ദേവീ ക്ഷേത്രങ്ങളിൽ നിന്ന് മുഴുവൻ പുറത്തേക്ക് പോയി അത് ആ രൂപത്തിലുള്ള ഒരു കാഴ്ച വെക്കൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു അറിയപ്പെടുന്ന രൂപമായി ഇപ്പൊ തറയും പൂതിനും അറിയുന്നത്. ഇതിന്റെ ഈ താളവാദ്യങ്ങളും ഇവര് വെക്കുന്ന സ്റ്റെപ്പിനെല്ലാം അതിന്റെ പിന്നിലെ ശാസ്ത്രം, എല്ലാറ്റിനും ഓരോ ശാസ്ത്രവിധികളുണ്ട്. ആ ശാസ്ത്രവിധിയിൽ നിന്ന് ഒരു ലേശം കടുക് മണിക്ക് 18 കോൽപ്പാടിലും ഓരോ കോൽപ്പാടിലും അതുണ്ട്. അത് വളരെ കൃത്യമായി അത് കളിച്ച് അവിടെ ഒന്ന് തിരുപ്പറന്ന് നമ്മളിങ്ങനെ ഒരു പൂതൻകളി എന്ന് പറഞ്ഞൊരു കളി കുട്ടി അടിച്ചതിന് ശേഷം പൂതൻ എടുക്കുന്ന ഒരു പിടി നെല്ലാണ്. പൂതൻ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ആ പൂതൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് ഒരു വാഴയുടെ ഇലയിൽ നെല്ലാണ് വെക്കുക. അതിന് അരി ചേർക്കാൻ പാടില്ല. നെല്ലും തുളസിയുടെ ഇലയും പൂതത്തിന് അത് വിത്ത് എന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാര്യം ഇത് വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇവരെ നമ്മൾ വരവേൽക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ട ചടങ്ങുകൾ എന്താണെന്ന് അറിയില്ല. അതൊന്ന് കൃത്യമായിട്ട് ഒന്നുകൂടി പറയണം. അത് അല്ല, ഇതാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂതൻ എന്ന് പറയുന്ന സാധനം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമാണ്. എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള ഒരു ദേവി ചൈതന്യമാണ്. ആ ദേവി രൗദ്രഭാവത്തോടു കൂടിയാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആ പൂതം വരുമ്പോൾ അവിടെ മൃഗീയമായി എന്തെങ്കിലും ദുരിതങ്ങളോ വിഷമതകളോ ഉണ്ടെങ്കിൽ അത് ഈ പൂതം തീർത്തിട്ടേ പോരാൻ പാടൂ. അതിന് അവിടെ അളന്ന് വെക്കേണ്ടത് വിത്താണ്. വിത്ത് എന്ന് പറഞ്ഞാൽ നെല്ലാണ്. പൂതിന് കൊടുക്കേണ്ടത് ഒരു മുറത്തില് നെല്ലാണ്. നാരായണ നെല്ല് നിറച്ച പിന്നെ അവിടെ അധികാരം പറയുന്നില്ല. അവിടെ മുറത്തില് നെല്ല. മുറം ഒരു ദൈവികമായ ചൈതന്യമായതുകൊണ്ട് തന്നെ ഒരു മുറം മണ്ണിലാണ് ഈ ശക്തി ഇരിക്കുന്നത്. ഈ ദേവിയുടെ രൂപം ഇരിക്കുന്നത് ഒരു മുറം മണ്ണിലാണ്. അത് ഞാൻ അവിടേക്ക് എത്തുമ്പോ ഈ തറയുടെ ഉള്ളിലുണ്ട് ഒരു യാളിമുഖം എന്ന് പറയുന്ന സാധനം. അതൊരു മുറത്തിന്റെ വട്ടത്തിലാണ് ആ സാധനം വരുന്നത്. അപ്പൊ ഈ മുറത്തിൽ നെല്ല് വെക്കുന്നു, ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുന്നു, ഒരു വാഴയുടെ ഇലയിൽ കുറച്ച് നെല്ലും തുളസിയുടെ ഇലയും. ഇതാണ് അവിടെ കാഴ്ചയായി വെക്കേണ്ടത്. പിന്നെ വസ്ത്രം, ദക്ഷിണ, ഇത് നമുക്ക് ഒഴിഞ്ഞ് സമർപ്പിക്കാം. ഭൂതത്തിന് വേണ്ടി ദുരിതങ്ങൾ, ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ദോഷം തീരാൻ അവര് തല ഒഴിഞ്ഞിട്ട് സമർപ്പിക്കാം. അത് ഈ വിഷ്ണുമായ പെരുമണ്ണാൻ ചെയ്യുമ്പോൾ മണ്ണാൻ കണ്ട ദേവത എന്നൊരു ചടങ്ങും കൂടി അതിലുണ്ട്. മണ്ണാൻ കണ്ട ദേവത എന്ന് പറഞ്ഞാൽ ഈ ദേവത എന്താണ്, അല്ലെങ്കിൽ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾക്ക് പച്ച നിറത്തിൽ ഇങ്ങനെ വയറ്റുന്നു പോകുന്ന ഒരു അസുഖമുണ്ട്. അത് ഞാനൊരു മരുന്നും കൂടി ചേർത്ത് പറയുകയാണ്. ഈ കുല അതായതുകൊണ്ട് ഈ പച്ച നിറത്തിൽ ഇങ്ങനെ വയറ്റുന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ എന്തു മരുന്ന് കൊടുത്താലും മാറാത്തൊരവസ്ഥ. അത് ഈ വാവിന്റെ സമയങ്ങളിലാണ് കൂടുതലായിട്ടും കുട്ടികൾക്ക് വരിക. അപ്പൊ അത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീരുന്നതിന് വേണ്ടിയും കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ പൂതനൊക്കെ വന്നിട്ട് എറിയാന്ന് പറഞ്ഞാൽ വളരെ വലിയ ദോഷങ്ങൾ ഉണ്ടെങ്കിലും അത് മുഴുവൻ ഈ പൂതൻ ഒഴിഞ്ഞെടുക്കുക എന്നാ. പൂതൻ അത് നെല്ലെടുത്ത് ഒഴിഞ്ഞിട്ടാണ് പൂതനെ സ്വയം സമർപ്പിക്കുക. ഒഴിഞ്ഞിട്ട് ഈ ചൈതന്യങ്ങളെ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പ്രത്യക്ഷത്തിൽ എറിയാണ് ചെയ്യുക. ഇപ്പൊ ഒരുവിധമുള്ള വീടുകളിലൊക്കെ നമ്മൾ ഈ പൂതം ചെല്ലുന്ന സമയത്ത് കുട്ടികളെ മുന്നിൽ കൊടുന്ന് നിർത്തും. ഇപ്പൊ നമ്മളെ ഈ വെളുത്തൂർ ദേശത്തന്നെ നിരവധി വീടുകളിൽ ഇപ്പോ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ തന്നെ ആ കുട്ടികളൊക്കെ എടുത്ത് പഴയ കാലത്ത് അവർ ഉമ്മറത്ത് കൊടുന്ന് നിർത്തും. കുട്ടികൾ പൂതം വരുന്നു എന്ന രൂപത്തിൽ പൂതം വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു സംഭവമാണ്. പൂതം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചില കുട്ടികൾ കരയും. ആ കരയുന്ന കുട്ടിയുടെ കരച്ചിൽ മാറ്റിയിട്ടേ പൂതന് ഈ മുറ്റത്തുനിന്ന് പോരാൻ പാടുന്ന അധികാരം. കരഞ്ഞുകൊണ്ട് കുട്ടീനെ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കാരണം അതിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ ഈ പൂതന് ദൈവികമായ ചൈതന്യമുള്ള ഈ സാധനത്തിന് ഇതിനെടുത്ത് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അതിന് എന്താ വെച്ചാൽ ധാന്യങ്ങൾ എന്താ ഉള്ളിച്ച വീട്ടിലുള്ള അത് മുഴുവൻ സമർപ്പിക്കാം. നാളികേരായാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാങ്ങയായാലോ ചക്കയായാലോ അത് മുഴുവൻ അത് സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം അതിന് എന്ത് കൊടുത്താലും അത് സ്വീകരിക്കും. അങ്ങനെ ആ സാധനത്തിനെ തൃപ്തിപ്പെടുത്തി മടങ്ങുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് ശേഷം തറ എന്ന് പറയുന്ന സാധനത്തിലേക്ക് പറ്റുമ്പോൾ ഏകദേശം ഇതേ രൂപം തന്നെയാണ്. ഇപ്പൊ ഈ ദാരിവലത്തിലെ ഇതേ രൂപം തന്നെയാണ്. കാരണം അതിന്റെ വരുന്നത് അച്ഛനും മകനും അല്ലെങ്കിൽ അമ്മയും മകളും എന്ന രൂപത്തിലാണ് അത് പോകുന്നത്. ഈ തറയും പൂതനും തമ്മിലുള്ളത്. പൂതന് ഇതാണ് ചെയ്തത് വരേണ്ടത് എങ്കിൽ തറയിൽ നിന്ന് അത് കുറച്ച് വ്യത്യസ്തമാണ്. തറ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള ഭാവങ്ങളാണ്. ഒരു തറയുടെ മുകളിൽ 16 പലകകളാണുള്ളത്. ഈ 16 അങ്ങനെ അടക്കി വെച്ചിട്ടുള്ള 16 പലകകളുണ്ട്. അതിന്റെ ഈ പറയുടെ ഏറ്റവും മുകളിലായിരിക്കുന്നത് ലക്ഷ്മി രൂപമാണ്.
അതിനോട് താമരയിലൊക്കെ ഇരിക്കുന്ന ഒരു രൂപം കണ്ടിട്ടുണ്ട്. അത് ചിലർ താമരയിലാണ് എല്ലാതെയും വെക്കുന്നുണ്ട്. അപ്പൊ അതൊരു ലക്ഷ്മി രൂപം എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പൊ ഒരു ഉത്സവമാണെങ്കിൽ ആ ഉത്സവത്തിന് നമ്മൾ നാളെ ഇപ്പോ ഇവിടെ അറേക്കാവിലെ താലപ്പൊലിയാണെങ്കിൽ ആ അറേക്കാവിലെ താലപ്പൊലിയുടെ അറേക്കാവിൽ അമ്മേ ദേവി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അതിനെ പൂജ ചെയ്യുന്നത്. ആ ലക്ഷ്മി എന്ന രൂപത്തിന് ഞങ്ങൾ കാളിഭാവാണെങ്കിലും ആ തമ്പുരാട്ടി കാളിഭാവാണെങ്കിലും ഇതിമേ ലക്ഷ്മി ഈ പൂജ ലക്ഷ്മി എന്ന് പറയുന്നതായ ഈ വിഗ്രഹത്തിൽ നമ്മൾ പൂജ ചെയ്യുമ്പോൾ ആ ദേവീനെ ഇതിൽ സങ്കല്പിച്ചിരുത്തിയിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അതിന്റെ വാദ്യം ഘോഷങ്ങളോട് കൂടിയാണ് അതിന്റെ ഇപ്പോ ദേവി എങ്ങനെയാണോ എഴുന്നള്ളത് രണ്ടു പുറത്തും ആന, കുത്തുവിളക്ക്, വാദ്യങ്ങള് ഇതെല്ലാം നിരത്തിയിട്ടുള്ള ഈ വേഷങ്ങളാണുള്ളത്. നായ്പ്പലക എന്ന് പറയുന്നതായ ഒരു നായുടെ വേഷത്തോട് കൂടിയിട്ടുള്ള നായ്പ്പലക രണ്ട് സൈഡിലും തലയിൽ വെക്കുന്ന ആ ഭാഗത്തുണ്ടാവും. ജാളി എന്ന് പറയുന്നതായ ഒരു സാധനം, അതാണ് നേരത്തെ പറഞ്ഞ മുറത്തിന്റെ ആകൃതിയിലുള്ള ഒരു സാധനം. അതൊക്കെ ദൃഷ്ടികൾ ഈ രണ്ട് ഭാവങ്ങളിലാണ് ഈ തരണമുള്ളിരിക്കുന്നത്. ഒന്ന് ഈ ഭൂതഗണങ്ങളോട് കൂടിയും ഒന്ന് ദേവി തനിച്ചും. ദേവി ഏറ്റവും മുകളിലും ഭൂതഗണങ്ങളുടെ ഭാഗമായിട്ടുള്ള വ്യാളിമുഖം ഇതിന്റെ ഉള്ളിലുമാണ്. ഇതാണ് നമ്മളുടെ ശിരസിൽ വെച്ചിട്ട് ഈ ആടുന്നത്. അതിലൊക്കെ ഈ അരയിൽ നമ്മൾ തൂക്കിയിടുന്ന കുറച്ച് ആടാഭരണങ്ങളൊക്കെ ഉണ്ട്. ഒരു ത്രികോണത്തിന്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തൂക്കിയിടും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ഥികളാണെന്നാ. അസ്ഥികളാണ്. അതിന് ശാസ്ത്രമുണ്ട്. അത് അഴകിന് കെട്ടുന്നതല്ല, അത് അസ്ഥികളാണ്. കാരണം അസ്ഥിയുടെ മുകളില് അതിന്റെ മുകളില് നാക്കുകൊണ്ട് നാക്കുകൾ കഷ്ണങ്ങൾ തൂക്കിയിട്ടിരിക്കും. ഇറച്ചി കഷ്ണങ്ങൾ തൂക്കിയിട്ട സാധനമാണ്. കാരണം ഈ ധാരികന്റെ ആ വധം കഴിഞ്ഞ ആ സാധനങ്ങൾ അരങ്ങായിട്ട് അണിഞ്ഞിറക്കുകയാണ് ദേവി. അരങ്ങാണി അണിഞ്ഞിട്ടാണ് അത് പോകുന്നത്. അതാണ് അതിന്റെ രക്തവർണ്ണത്തിലാവും ഈ സാധനം നിൽക്കുന്നത്. അതെ, അത് പിന്നെ അരയിൽ അരമണി, അതുപോലെ തന്നെ കഴുത്തില് ഈ മാല തന്നെ ഈ കൊടൽമാലയാണ്. യഥാർത്ഥത്തിൽ വെറുതൊരു മാല കെട്ടുന്നുവെങ്കിലും കൂടി ഈ കൊടൽമാല, ധാരികന്റെ കൊടൽമാല എടുത്ത് അത് കഴുത്തിൽ ചുറ്റിട്ടാണ് ഈ തറ കളിക്കുന്നത്. ഈ തറ എടുത്ത് വെക്കുമ്പോൾ തല പൊതിയുന്നൊരു സംഭവമുണ്ട്. തറ കെട്ടുക എന്ന് പറയും. അതിന് വളരെ ഒരു ചടങ്ങാണ്. ഒരു തുണിയിൽ വെച്ചിട്ട് ആ തുണി ശുദ്ധിയായിട്ട് ആ തുണിയുടെ മുകളിലേക്ക് അരിയും പൂവൊക്കെ ഇട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തറകളിക്കാരൻ അവിടുത്തെ കാരണവര് ഈ സാധനം എടുത്തിട്ട് കൊടുക്കും. അതിനെ തൊഴുത് വണങ്ങിയിട്ട്. കാരണം ഈ ശിരസിനെ ഇതിന് ഒതുക്കുകയാണ്. ദേവീനെ ഈ ശിരസിൽ ഒതുക്കി നിർത്തണം. അത് വളരെ വലിയ ഒരു ചടങ്ങാണ്. ഈ തലപൊതിക എന്ന് പറയും. അതിന് തലപ്പൊതിച്ചില് എന്ന് പറയുന്ന ചടങ്ങ് ഒരു ദേവിക്കൊരു പീഠിട്ട് കൊടുക്കുകയാണ്. അവിടെ ഇരുന്നോളാൻ. അത് ആ തറകളിക്കാരൻ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത്, വൃത്തിയോടുകൂടി ചെയ്യേണ്ടതാണ്. അത് രാവിലെ നമ്മൾ ഇവിടുന്ന് കെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കണം എന്നാണ്. അതിലിടയ്ക്ക് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും വിഷമത തോന്നുകയാണെങ്കിൽ തറ മാറ്റി കൊടുക്കാം. മാറ്റി ആർക്കെങ്കിലും ഇങ്ങനെ കയ്യിൽ വെക്കുക എന്ന് പറഞ്ഞ തോളിൽ വെക്കാം. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ രാവിലെ ഇവിടുന്ന് കെട്ടിയ സാധനം വൈകുന്നേരം ആണെങ്കിൽ അതുവരെയോ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കണം. ആ തലപൊതിച്ചില് യാഥാർത്ഥ്യത്തിൽ ഈ തലപൊതിച്ചില് എന്ന് പറയുന്ന സാധനം ആ ദാര്യവധം കഴിഞ്ഞാൽ ഇത് തലപൊതിച്ച് അഴിഞ്ഞു കഴിഞ്ഞാൽ പീഠം അഴിഞ്ഞു എന്നാ പറയുക. തലപൊതിച്ചിൽ കളി അവസാനിക്കുമ്പോഴാണ് ഈ സാധനം. കാരണം ആ ദേവിയുടെ കോപമൊക്കെ തീർന്ന് അതിനുശേഷമാണ് ഈ തലയിൽ പൊതിഞ്ഞ സാധനം അഴിച്ചു മാറ്റാൻ പാടുള്ളൂ. കളി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുക്കാൻ പാടും. അപ്പൊ അത്രയും ആ ചൈതന്യങ്ങളെ മുഴുവൻ ഈ തറ കെട്ടുന്ന ആ വ്യക്തി ആവാഹിച്ചെടുക്കണം. അതിന് വരെ പ്രാധാന്യമുണ്ട്. ആ സാധനത്തിന് അത്രയും ഈ തറയെ തന്നെ ആ ദേവീനെ അറേക്കാവിൽ അമ്മയുടെ മുന്നിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അറേക്കാവിലെ അമ്മയുടെ വടക്കംവാദിക്കുള്ള ഭൂതഗണങ്ങളെ മുഴുവൻ ഈ തറകളിക്കാരനോ അല്ലെങ്കിൽ പൂതംകളിക്കാരനോ ഇത്തരത്തിലുള്ള ഈ കല കെട്ടുന്ന ഇവൻ ഇതിനെ ആവാഹിച്ച് സ്വയം മനസ്സിലേക്ക് ഏറ്റണം. എന്റെ അറേക്കാവിൽ അമ്മേ ദേവി എനിക്ക് തുണയായിരിക്കമ്മേ, ഞാനിതാ അമ്മയെ നെറുകിൽ വെക്കുന്ന അമ്മയെന്നാ പ്രാർത്ഥിക്കുക. തറകളിക്കാരെ ഇപ്പൊ ഏത് അമ്പലത്തിലുള്ള ദേവീനെ ഞാനിതാ അമ്മയെ തൊഴുത് എന്റെ ശിരസിൽ കയറ്റുന്നു എന്നാണ്. അതാണ് തറ. അപ്പൊ ആ തെറ പോകുന്ന സമയത്തും അതിന് വലിയ ആചാരങ്ങൾ. തെറയ്ക്ക് 2 പറ എന്ന് പറയുന്നത് ഒരു വാദ്യമാണ്, കൊട്ടിപ്പോവാറാണ്. ഈ തെറവാദ്യം നമ്മൾ കൊട്ടി നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരു നിലവിളക്ക്, നിറച്ചപ്പ് എന്ന് പറയും, ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക. ഒരു നിറച്ചപ്പ് എന്ന് പറഞ്ഞാൽ അതിലൊരു നാരായ നെല്ലും നാഴി അരി അതൊരു മുറത്തിലാക്കിയിട്ട് കൊടുന്ന് വെക്കും. അതിന്റെ തൊട്ടടുത്ത് അരിയും നെല്ലും തുളസിടലയും. പിന്നെ ചില ആളുകൾ ഉള്ളവരുണ്ടെങ്കിൽ ഒരു ഓണപ്പട എന്ന് പറഞ്ഞിട്ടൊരു ഓണപ്പടിയും ദക്ഷിണി അത് വെക്കും. ഒരു ഓണപ്പടിയും ദക്ഷിണി. കാരണം ഈ രൗദ്രഭാവത്തിലുള്ള ഈ ചേട്ടകളെ തീർക്കുമ്പോൾ ഒരു കാണി ഒഴിഞ്ഞു കൊടുക്കുക എന്നാണ് ഈ പണത്തിന്റെ ഇത് കൊടുത്ത് കാണിപ്പണം എന്നാണ്. അത് കാശായിട്ടല്ല പറയുക. അത് കാശാണ്. പഴയ കാലത്ത് തന്നെ പറയുക അതൊരു ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ അത് 10 റുപ്യ കിട്ടിയുള്ളൂ, 1 റുപ്യ കിട്ടിയുള്ളൂ, അതിന് പരാതികൾ ഉണ്ടാവും. അത് അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അത് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തറയ്ക്കോ പൂതനോ ഒരു സാധനം കൊടുക്കും, അത് ഒഴിഞ്ഞു സമർപ്പിക്കണം. നമ്മളെ ദുരിതങ്ങൾ മുഴുവൻ ആ ഭൂതഗണങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അറേക്കാവിൽ അമ്മയുടെ മുൻപിൽ എങ്ങനെയാണോ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് അതേ പ്രാധാന്യം
ഈ സാധനത്തിനുണ്ട്. ദേവി നമ്മളെടുത്തേക്ക് ദേവി അങ്ങോട്ട് ചെന്നിറക്കുകയാണ്. ദേവി ഭൂതഗണങ്ങളോട് കൂടി അവിടുത്തെ മൃഗീയമായ അവരുടെ വിഷമതകൾക്ക് പരിഹാരത്തിന് വേണ്ടി ദേവി വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ദേവി ചെല്ലുമ്പോൾ ഏതെല്ലാം വിധേന നമ്മൾ ഏതെല്ലാം ശുദ്ധി വേണോ, ഏതെല്ലാം എങ്ങനെ സ്വീകരിക്കണം, അങ്ങനെ ഒക്കെ സ്വീകരിക്കാം. പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രദേശത്ത് തന്നെ ചില ആൾക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്, ഇന്നത്തെ തലമുറയ്ക്ക് പൂർണ്ണമായി അതിന്റെ ഒരു രൂപം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ മറ്റുള്ള ഒരുപാട് ഇപ്പൊ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ അവിടെ ഈ തറയ്ക്ക് കാണുന്ന ആ സ്വീകരണം കാണുമ്പോൾ വളരെ വൃത്തിയായിട്ട് തന്നെ പുലർച്ചെ 5 മണിക്കൊക്കെ കുളി കഴിഞ്ഞ് അവർ ഈ തറ വരുന്നത് കാത്തിരിക്കും. അവിടെ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, വിവാഹപ്രായമായ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ മുൻപിൽ വന്ന് നിൽക്കും. അമ്മയും അച്ഛനും മുന്നിൽ കൊടുന്ന് നിർത്തും. കാരണം അവരുടെ ഐതിഹ്യം എന്താ വെച്ചാൽ വിവാഹപ്രായം കഴിഞ്ഞു എന്നിട്ടും ഒരു കല്യാണം വരുന്നില്ലല്ലോ എന്ന വേദനയോട് കൂടി നിൽക്കുന്ന ആളുകൾ ദേവിയോട് പറയാനാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഉണ്ടാവുന്നത് ഒരു തോർത്തുമുണ്ടാണ്, ഒരു കൊടിത്തോർത്ത് ഉണ്ടാവും. അത് തറയ്ക്ക് സമർപ്പിക്കാനാ. ഈ കൊടിത്തോർത്ത് അവർ ഉഴിഞ്ഞിട്ട് ചില സ്ഥലത്തൊക്കെ എപ്പോഴും ഉണ്ട്, അത് ഉഴിഞ്ഞ് സമർപ്പിക്കും. തറയ്ക്ക് ഉഴിഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം കല്യാണം നടന്നിരിക്കുന്ന അങ്ങനെ എത്രയും ചൈതന്യങ്ങളും അനുഗ്രഹങ്ങളും ഈ ദേവി കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അല്ല, പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, അവിടെ വരുമ്പോൾ നമ്മുടെ വീട്ടില് ഇതിനുള്ള മുന്നൊരുക്കങ്ങളുണ്ട്. തറ വരണു പറഞ്ഞ് ചാണകം മെഴുകുക, ചാണകവെള്ളം തളിക്കുക, വീട് വൃത്തിയാക്കുക, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇത് വരണ തന്നെ നമ്മൾ രാവിലെ നേരത്തെ എണീച്ച് കുളിക്കണം. കുളി കഴിഞ്ഞ് ഇത് വരുമ്പോൾ നമ്മൾ മുണ്ട് മടക്കുത്താൻ പാടില്ല, നമ്മൾ വണങ്ങി നിൽക്കണം. ഇതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ശരിയാണ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തലമുറ മാറ്റത്തിൻ്റെതുണ്ട്. അറിയാത്തതാണ് കാര്യം. അതിൽ നമ്മളിപ്പോ ഈ തെറയുടെയും പൂതും കഴിഞ്ഞ ആണ്ടിയും ഇതിന്റെ ഈ തന്നെയാണ്. ആണ്ടിയും ഏകദേശം ഇതേ രൂപത്തിൽ തിരുവരങ്കത്ത് പാണനാരാണ് ഈ ആണ്ടി കിട്ടുന്നത്. ആണ്ടിയും പൂതനും എന്ന് പറയുന്നത്. ആണ്ടിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാവമാണ് നായാടി എന്ന് പറയുന്ന. നായാടി കെട്ടി കളിക്കുക എന്ന് പറഞ്ഞ ഒരു വേഷം കെട്ടിയിട്ട് 2 കോലുകൊണ്ട് കളിച്ചിട്ടുള്ള ഒരു കളി ഉണ്ടാവും. അങ്ങനെ ഒരു കളിയുണ്ട്. അതെ, ഈ നായാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പരമശിവനാണ്. പരമശിവൻ തന്നെയാണത്. കാരണം പരമശിവൻ പള്ളിനായാട്ടിന് പോയി, ആ പള്ളിനായാട്ടിന് പോകുന്ന വേഷത്തോടു കൂടിയാണ് നല്ലച്ഛനാണത്. ആ പരമശിവൻ പള്ളിനായാട്ടിന് പോകുന്ന ആ ഭാവത്തിലാണ് നായാടി കളിക്കുന്നത്. കാട് കയറി കളിക്കുക, കാട്ടിൽ നായാടാൻ പോണതാണ്. പരമശിവൻ പള്ളിനായാട്ടിന് പോയ കഥകളാണ് അതിൽ വർണ്ണിക്കുന്നത് മുഴുവൻ. ആ പാട്ടിലും അതന്നെ പറയണത്. ആ കളിക്കുന്നതും കാണുമ്പോൾ നമുക്കൊരു കോമാളിയാന്ന് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ അത് പരമശിവനാണത്. അതോടുകൂടി അവർ ദേവീഭാഗത്തിൽ അവർ നൃത്തം ചെയ്യുന്നതാണ് ഏകദേശം അതാണത്. കാരണം ഇത് 3 ഭാവേന ഈ ചൈതന്യങ്ങൾ ഈ ചേട്ടകളെ മാറ്റണം എന്നുള്ളതാണ്. ഒന്ന് പഠിക്കൽ നിന്ന് തീർക്കേണ്ടതുണ്ട്. കാരണം ആ വീട്ടിലേക്ക് കയറാതെ പഠിക്കൽ നിന്ന് തീർക്കേണ്ടതുണ്ട്, പഠിപ്പുരയിൽ നിന്ന് തീർക്കേണ്ടതുണ്ട്, മുറ്റത്തുനിന്ന് തീർക്കേണ്ടതുണ്ട്. 3 വിധികളാണ് പറയുന്നത്. കാരണം ചില വേഷങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് പഴയ ആചാരമാണത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പഴയ ആചാരത്തിൽ പറയൂ, ഇങ്ങനെ ഒരു ഭൂതം വന്നു കഴിഞ്ഞാൽ അത് പഠിപ്പര വരെ അതുവരെ വരാൻ പാടുള്ളൂ. അപ്പൊ കേളിപ്പെട്ട മനകളോ അങ്ങനെ ഇല്ലത്തിക്കോ പോവുകയാണെങ്കിൽ ആ പഠിപ്പര വരെ വരാൻ പാടുള്ളൂ. പഠിപ്പരയിൽ സാധനം കൊടുന്ന് വെച്ചിട്ടുണ്ടാവും, പഠിപ്പര അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. കാരണം അത് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അവിടെ ദേവി അവിടെ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ അത്തരത്തിലുള്ള മൃഗീയമായ ആ ചേട്ടകളെ ആ പഠിക്കുന്നുണ്ട് ഒഴിവാക്കിയാൽ മതി. അതാണ് ആ സങ്കല്പം. അപ്പൊ ചിലവർ പഠിപ്പുരയുടെ അവിടെ വെച്ചു കൊടുത്തിട്ട് പഠിപ്പുര അവിടെ മീൻസ് നമ്മുടെ ഇല്ലങ്ങളിൽ ചില ഇല്ലങ്ങളിലൊക്കെ അവിടെ തന്നെ അമ്പലങ്ങളൊക്കെ ഉള്ള ഇല്ലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാവും. അതുകൊണ്ട് ആ ചൈതന്യങ്ങൾ അവിടെ ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ അവിടെ ഈ ചൈതന്യങ്ങൾ ഉണ്ടാവും. ആ ഇല്ലങ്ങളിൽ മുഴുവൻ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരുവിധമുള്ള ഇല്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇല്ലത്തിൽ ഇത്തരത്തിലുള്ള ചൈതന്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് പഠിക്കുന്നതിന് പഠിപ്പുര വരെ വന്നാൽ മതി. പഠിപ്പുര വരെ വന്നു കഴിഞ്ഞിട്ട് അവിടെ അരിയും പൂട്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചു പോരാം. അപ്പൊ അവർക്കൊരു അവകാശം എന്ന രൂപത്തിൽ ഇതുണ്ട്. ഇതെല്ലാം കൂട്ടി സംയോജിക്കുന്നതാണ് ഉത്സവം എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഈ ദാര്യവധം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പടഹാത്തോടു കൂടി പടഹാത്തോടു കൂടിയാണ് പോകുന്നത്. വെടിപിടി പടഹത്തോടു കൂടി ഈ സാധനം പോവുകയാണെന്നാ. തറയും പൂതനും ഇവിടുന്ന് കാവിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ അട്ടഹാസിച്ചിട്ട് ആനന്ദ നൃത്തമാടിയിട്ടാ പോകുന്നത്. കാരണം ഈ ദേശത്തിന്റെ മൃഗീയമായ വേദനകളെ മുഴുവൻ തീർത്തു. ഇപ്പോൾ പൂതനായാലും തെറയായാലും എല്ലാ വീടുകളിലും പോയി അവിടുത്തെ മൃഗീയമായ വേദനകളും വിഷമതകളും മുഴുവൻ ഈ വിഷ്ണുമായ പെരുമണ്ണാനിലൂടെ ഈ തെറയും പൂതനും കെട്ടി അതിന്റെ അവിടുത്തെ ആ ചേട്ടകളെ മുഴുവൻ തീർത്തുകൊണ്ട് ദാര്യവധം കഴിഞ്ഞു. എന്നിട്ട് പോവാണ് അമ്മയുടെ അടുത്ത്. അമ്മേ ഇറങ്ങിക്കോളൂ, ഞങ്ങൾ വന്നിട്ടുണ്ട്, തിരുമുൻപിലേക്ക് വരികയാണ് ഞങ്ങൾ. അത് ചില അമ്പലങ്ങൾ പടിഞ്ഞാറുനിന്ന് കയറുന്നുണ്ട്, ചിലപ്പോൾ കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കിഴക്കു ഭാഗത്തു കൂടെ അട്ടഹാസിച്ച് കയറുകയാണ് തറയും പൂതനും. കിഴക്കു ഭാഗത്തു കൂടെ അകത്ത് കയറുക. കിഴക്കു ഭാഗത്തു കൂടെ അകത്ത് കയറി പടിഞ്ഞാറ് പ്രദക്ഷിണം വെച്ച് വടക്കം വാതിക്ക വെച്ച് മൂടിയഴിക്കാന്ന ചടങ്ങുണ്ട്. ഭൂതത്തിന് ഏറ്റവും പ്രാധാന്യമാണ്. അപ്പൊ അമ്മയോട് പറയാം, അമ്മേ ഞങ്ങളിതാ
അമ്മയ്ക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി കളിക്കാം. ഞങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ശുദ്ധി ചെയ്തു. ഞങ്ങൾ ഇതാ കളി കഴിഞ്ഞ് ദാര്യവധം കഴിഞ്ഞ് വന്നിറക്കുകയാണ്. വീട്ടിലെ ചേട്ടകളൊക്കെ ഞങ്ങൾ തീർത്തിട്ടുണ്ട്. അമ്മയ്ക്ക് പ്രത്യക്ഷത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും പ്രവഹിക്കാം എന്ന രൂപത്തിൽ തുറന്നിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണത്. അത് വടക്കംവാദിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പൂതം കളിക്കാരൻ പൂതൻ ഊരും. പൂതന്റെ തല ഊരി ഒരു ചുവന്ന പട്ടിൽ വെച്ച് ആ പട്ടില് ഈ പൂതൻ അഴിച്ചു വെച്ച് അതിന്റെ മൂക്ക് പിടിച്ച് ഒരു 3 പ്രദക്ഷിണം വെക്ക് മുടി അഴിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഈ മുടി കെട്ടിയിട്ടുണ്ടല്ലോ നേരത്തെ പറഞ്ഞ ആ മുടി കെട്ടി അഴിക്കുന്നത് ഈ വടക്കംവാദിക്കാണ്. അതിപ്പോ ഈ ദാര്യവധം പഴയ കാലത്തൊക്കെ അറേക്കാവിലും കണ്ടിട്ടുണ്ട് സംഭവം. ഇപ്പോ ഈ മാഞ്ഞാമ്പറന്ന് അവരൊക്കെ ഈ പൂതൻ കെട്ടി വരുന്ന സമയത്ത് ഒരു ദാര്യവധം ശരിക്കും ദാരിയും കാളി ഒരു പയറ്റുണ്ടായിരുന്നു. ദാരിയും കാളിയും യുദ്ധം. അവരുടെ കയ്യിൽ ഒരു തല ഉണ്ടാവും. ഈ ധാര്യന്റെ തലയാണ്. ഈ ധാര്യന്റെ തല വധിച്ചിട്ടുള്ള ആ ഒരു കർമ്മം ചെയ്യുന്നത് ഈ വടക്കംവാദിക്കാണ്. ഏത് ക്ഷേത്രമാണ് അതിങ്ങനെ സഞ്ചിയിൽ അവരുടെ കയ്യിൽ ഉണ്ടാവും. തല ഒരു ഡ്യൂപ്ലിക്കേറ്റ് തലയാണെങ്കിൽ കൂടി ആ പ്രതീകമായിട്ട് ആ ദാരിയന്റെ കഴുത്ത് കാളി അറുത്തിട്ടുള്ള ആ ചോര ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റിച്ചാടുന്ന ആ സാധനം ഉണ്ടാവും. അതിങ്ങനെ കുടിച്ചുകൊണ്ടാണ്. അതാണ് ഇപ്പൊ ഈ പൂതനും 2 പൂതന എല്ലാം ഒരേ രൂപം തന്നെ വരുന്നത്. അപ്പൊ അതിങ്ങനെ കുടിച്ചുകൊണ്ടാണ് ഈ സാധനം വരുന്നത്. അതിനെ സമർപ്പിക്കുന്നത് ഇതേ പട്ടിൽ വെച്ചാണ്. ഈ പട്ടിൽ വെച്ച് ഈ സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ കാണി കൊടുക്കുക എന്നാണ്. ഒരു കാണിപ്പണം ഉണ്ട്. കാണിപ്പണം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പണ. അത് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു കാണി കൊടുക്കും. കാണിക്കുക. കാരണം ദക്ഷിണ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ള ഇതിനൊക്കെ ഓരോ അവകാശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ ആ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു കാണി ഉണ്ട്. ആ കാണിക്ക് വളരെ വലിയ അടുത്ത വർഷം ഇതിലും നന്നായി പൂരം കയറ്റുന്നതിന് വേണ്ടി ഈ പെരുമണ്ണാന് കൊടുക്കുന്ന ആ ദേവി കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ കാണിപ്പണം. ചിലപ്പോ ഒരു റുപ്യ ഉണ്ടാവുള്ളൂ. ആ ഒരു റുപ്യ കൊടുക്കുന്നത് കാണിപ്പണ, ഒരു വർഷത്തേക്കുള്ള കാണിപ്പണ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അവകാശം പോലെ ഇപ്പൊ ഒരു ചുറ്റുവിളക്ക് കളിക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി ആളുകൾക്കൊക്കെ ഈ അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഓരോ നീക്കി വെക്കണം. അപ്പൊ വർഷത്തിൽ ഒരിക്കൽ ഈ ദേവിയുടെ ഈ ഭൂതഗണങ്ങൾ കെട്ടിയാടുന്ന ഈ പെരുമണ്ണാന് കൊടുക്കുന്നത് ഒരു അടുത്ത വർഷം നീ വരണട്ടോ. അങ്ങനെ വാചകം കൂടി ഉണ്ട്. അടുത്ത വർഷം ഇതിന് നന്നാക്കണട്ടോ എന്നാണ് പറയാ. ക്ഷേത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് അടുത്ത വർഷം ഒന്നുകൂടി നന്നാക്കണട്ടോ. പോരാ, അത് ആ ദേവി പറയിപ്പിക്കുകയാണ്. ആ പോരാന്ന് പറഞ്ഞാൽ അതിനുള്ള ആ കാണിയാണ്. ആ അടുത്ത വർഷം നന്നാക്കാനുള്ള കാണിപ്പണാണിത്. ഇത് പലയിടത്തും കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. ചില ആളുകൾക്ക് അറിയാനിട്ടാവും. ചിലപ്പോൾ അവിടെ കഴിയില്ല, ചില ക്ഷേത്രങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചൈതന്യത്തിനെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ നിലനിർത്തി കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇത് പിന്നിലേക്ക് പോവാൻ കാരണം ഈ തെറയും പൂതനും ഇപ്പൊ പൊതുവേദിയിൽ ഒരു സിംഗാരിമേളം പോലത്തെ താളത്തിനനുസരിച്ച് ആ ചാടേണ്ടി വരുന്നത് ഈ കലാകാരന്മാരെ അംഗീകരിക്കപ്പെടുന്നില്ല. അവർക്ക് വേണ്ട രൂപത്തിൽ അതിനുള്ളൊരു അംഗീകാരം കിട്ടുന്നില്ല. അത് നമ്മളുടെ വീടുകളിൽ നിന്ന് നമ്മളുടെ ആളുകളിൽ നിന്ന് പറ്റുന്ന ഒരു ചെറിയൊരു ഇവരെന്തോ വന്നിറക്കണു എന്ന രൂപത്തിൽ മാറുന്നത് കൊണ്ടാണ്. അത് ഇതിന്റെ ഒരു ഐതിഹ്യവും ഈ സാധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 2 പൂരങ്ങൾ ഇവിടെ നടക്കുകയാണെങ്കിൽ പഴയ കാലത്തൊക്കെ ഒരു വർഷം കഴിക്കാനുള്ളത് 6 മാസം പട്ടിണി നടക്കാതെ കഴിക്കാനുള്ള നെല്ലും അരി നെല്ലും അരി അതുകൊണ്ട് കിട്ടും. സുഭിക്ഷാണ്. ഒന്നും ചിന്തിക്കാല്ലേ. ഇപ്പൊ അതിനാർക്കും ഇപ്പൊ നെല്ലും അരിയും വേണ്ട. ഇപ്പൊ അവർക്ക് നെല്ലില്ല, കൃഷിയില്ല. ഇപ്പൊ നെല്ലും അരിക്കല്ല പ്രാധാന്യം. അപ്പൊ അതിനൊരു അണ കിട്ടുകയാണെങ്കിൽ അത് ഇവന്റെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് അരി വാങ്ങാനുള്ള ഒരു സമ്പാദ്യമായി സ്വരൂപിച്ച് വെക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചാലും ഈ കാണിപ്പണത്തിന്റെ തന്നെ പറയും കാണിപ്പണം തൂളിപ്പോവുന്നാ പറയാ. കാണിപ്പണം എന്നാ പറയാ. അത് ഒന്നിനും ഉപകരിക്കില്ല അത്രേ. കാണിപ്പണം തൂളിപ്പോവുന്നു. അത് എങ്ങനെ കിട്ടിയെന്നറിയില്ല. അത് തൂളിപ്പോവുന്ന വന്ന മാതിരി പോകുന്നുള്ളതാ. കാരണം ദേവിയുടെ കാണിയായിട്ട് കിട്ടിയതാണല്ലോ. കാണിപ്പണം തൂളിപ്പോവും. അത് നമുക്ക് സ്വരൂപിച്ച് എടുത്തു വെക്കാൻ കഴിയില്ല. അതാണ് ഇതിന്റെ ചെറിയൊരു ഐതിഹ്യം. പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. ഒരു ദിവസം മുഴുവൻ പറഞ്ഞ് പ്രത്യക്ഷത്തിൽ ഓരോന്നും പറഞ്ഞു ചെയ്യേണ്ടത്. ശരിക്കും അനിയേട്ടൻ അതിന്റെ ഒരു എന്താ പറയാ രത്ന ചുരുക്കം എന്താണിത് എന്നുള്ളത് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതിൽ ശരിക്ക് ഒരു കാര്യം നമുക്കതിൽ കൂട്ടിച്ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക ഭക്തജനങ്ങളോടായിട്ട് പറയാനുള്ള ഒരു കാര്യം, പനിയേട്ടൻ പറഞ്ഞ ഈ കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭഗവതിയുടെ ചൈതന്യം അല്ലെങ്കിൽ ആ ഭൂതഗണങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ആ രീതിയിൽ എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പം ഇൻ്റർലോക്ക് മുറ്റാണ്, ചാണകം മെഴുകുക, അല്ലെങ്കിലും ചാണകവെള്ളം തളിക്കുക, ശുദ്ധിയാക്കുക, പിന്നെ ഈ പാടില്ലായ്മ ഉള്ളവർ മാറി നിൽക്കുക, അങ്ങനെയൊക്കെ അല്ലേ? ആ ഒരു ഇതും കൂടി ഒന്ന് വ്യക്തമായിക്കോളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഇന്നൊക്കെ ഇപ്പൊ ഈ മുറ്റങ്ങളിലൊക്കെ ഞങ്ങള് കെട്ടി ആടുന്നതായ വിഷ്ണുമായ പെരുമണ്ണാൻ ഇത്രയും ശുദ്ധിയോടുകൂടി കൃത്യതയോടുകൂടി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നേരത്തെ ഞാനത് സൂചിപ്പിച്ചത്. കാരണം ആ ദേവി അറേക്കാവിൽ അമ്മയുടെ മുൻപിലേക്ക്, അറേക്കാവിൽ അമ്മ എന്നല്ല, ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് നിങ്ങൾ എത്ര വൃത്തിയോടുകൂടി പോകുന്നു അതേ വൃത്തി ആ വീട്ടിലുണ്ടായിരിക്കണം. അതേ വൃത്തി ആ വീട്ടിലുണ്ടായിരിക്കണം.
കാരണം പഴയ കാലത്തെ അവകാശകർമ്മത്തോടു കൂടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിഷ്ണുമായ പെരുമണ്ണാന്റെ മാറ്റിന് അത്രയും വലിയ പവർ ഉണ്ടെന്നാണ്. അപ്പൊ ശരിക്കും വനേട്ടാ ഒരു കാര്യം കൂടിയും, ശരിക്കും ഇപ്പോ ഈ ഉത്സവങ്ങള് ഇപ്പോഴത്തെ ഒരു ആചാരപ്രകാരം ഉത്സവത്തിന്റെ അന്ന് മത്സ്യം മാംസമൊക്കെ വീട്ടിൽ വാങ്ങണം എന്നുള്ള സ്ഥിതിക്കായിട്ടുണ്ട്. ശരിക്കും അത് പാടില്ല എന്ന് തന്നെയാണ്. പാടില്ല മത്സ്യമാംസാദികൾ പാടില്ല. മത്സ്യമാംസാദികൾ ഒരു കാരണവശാലും ആ ഉത്സവ ദിവസം പാടില്ല, ചെയ്യാൻ പാടില്ല. തെറ്റായ ഒരു ആചാര വിധികളാണ്. എന്നാലോ ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ആര്യവധം കഴിഞ്ഞതിന് ശേഷം ഈ ഉത്സവം കഴിഞ്ഞ് വാങ്ങുന്ന വീടുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ ഉത്സവത്തിന് അന്നത്തെ ദിവസം ഇത് മത്സ്യമാംസാദികൾ പൂർണ്ണമായി ഒഴിവാക്കണം. മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അത് പോവാൻ മടിക്കുന്നുണ്ടെങ്കിൽ അതേ പ്രകാരം തന്നെ ഇതിന് ചെയ്തു കൊണ്ടുവരണം. ഇത് കെട്ടുന്ന ഞങ്ങൾ ഇത്രയും ഭവ്യതയോടുകൂടി ഇതിനെ കാണുന്നു എന്നുണ്ടെങ്കിൽ യോഗർക്ക് എന്തുകൊണ്ട് അത് കണ്ടൂടാ? നമ്മൾ ഇപ്പോഴും അവിടെ ഒരു വീടുകളിലും പോയി യാചിക്കാൻ പോവല്ല. അങ്ങനത്തെ ചില ഭാവങ്ങൾ പലയിടത്തും വരാറ്. നമ്മളിപ്പോ ദൈവത്തിന്റെ മനസ്സുകൊണ്ട് ഈ സാധനം ഇപ്പൊ ദേശം കളിച്ചോളുന്നില്ല, ഏതെങ്കിലും 2 വീട്ടിലൊന്നും കടന്നതിന് ശേഷം വീണ്ടും അമ്പലത്തിൽ പോയാൽ മതി, ഒരു വഴിപാട് അവിടെ കൊടുത്തിട്ട് പോരിയേ വേണ്ട. പക്ഷെ ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു തന്ന അറിവ് പ്രകാരം ഇത്തരത്തിലുള്ള മൃഗീയമായ വേദനയും കൂടി തിരുത്തിയിട്ട് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴേ പൂർണ്ണ ബലം കിട്ടും. ഞങ്ങളത് കെട്ടുമ്പോൾ അതിന്റെ ഒരു ബലം ദേവിക്കും ഞങ്ങൾക്കും വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ കളങ്കമില്ലാതെ കണ്ട് ദേശത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള കർമ്മം ചെയ്തുകൊണ്ട് വരുന്നത്. അതിൽ ശുദ്ധിയുടെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സാധനം. പ്രത്യേകിച്ച് ഈ പെരുമണ്ണാൻ എന്ന് പറയുന്ന സമുദായത്തിന് മണ്ണാത്തിയുടെ മാറ്റിന് തന്നെ വളരെ വലിയ ഒരു ചൈതന്യം ഉണ്ടെന്ന്. ഒരു അശുദ്ധി ഉണ്ടെങ്കിൽ ആ അശുദ്ധി തീർക്കാൻ ഈ മാറ്റിന് അവകാശമുണ്ട്. വെളുത്തോടത്തെ മാറ്റും മണ്ണാന്റെ മാറ്റിനും അത്ര പ്രത്യേകത ഉണ്ട്. പാന കഴിക്കാണോ, അയ്യപ്പമുളക്ക് കഴിക്കാണോ, തുള്ളല് കഴിക്കാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തൊക്കെ ആഘോഷങ്ങൾ നടക്കുകയാണെങ്കിലും അവിടെ ഈ ദേശത്തെ പെരുമണ്ണാന് വലിയൊരു അവകാശമുണ്ട്. അത് ഇതുകൊണ്ടാണ് ഈ ശുദ്ധത അത്രയും